നമസ്കാരം. ബാർ കോഴയോ അനിമോനോ അല്ല, ഇതൊക്കെ ആരാണ് എന്നതാണ് പിണറായിയുടെ ഇപ്പോഴത്തെ സംശയം. ഈ വാക്കുകളൊന്നും പിണറായി കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നാണ് പിണറായിയുടെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. KM മാണിയുടെ ആത്മാവിൻ്റെ പ്രാക്കായിരിക്കണം സത്യത്തിൽ അനിമോനിലൂടെ പിണറായിയുടെ സ്വസ്ഥത കളയുന്നതും. അതിനെ ഏതു വിധേനയും മറികടക്കാനാണ് മുടന്ത ന്യായങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അല്ല, ഇപ്പോൾ പറയുന്നതെല്ലാം അനിമോന്റെ ഹാലൂസിനേഷൻ ആണെന്നാണ്. പിന്നല്ലാതെ എന്തോന്ന് പറയാനാണ്. അനിമോന് വിഷമം വന്നപ്പോൾ കുറച്ചു വെള്ളമടിച്ചു, ഒരു ശരാശരി മലയാളിയുടേതുപോലെ. അപ്പോൾ തോന്നിയ ചിത്തഭ്രമത്തിൽ അയച്ച മെസ്സേജുകൾ ആയിരുന്നത്രേ അത്. നിങ്ങൾ വിശ്വസിച്ചോ? ഇല്ലെങ്കിൽ വിശ്വസിക്കണം, നിർബന്ധമായും വിശ്വസിക്കണം. കാരണം പിണറായിയുടെ ബുദ്ധിയാണ് ക്രൈംബ്രാഞ്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മറിച്ചൊന്നും പറയാൻ പാടില്ല. ശുദ്ധ തെണ്ടിത്തരമാണ് ക്രൈംബ്രാഞ്ച് പറയുന്നതെന്ന് കഞ്ഞിവെള്ളം കുടിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം. ഇതൊന്നും പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ലെന്നും സർക്കാരിനും അറിയാം. പക്ഷേ തിരുവായ്ക്ക് എതിർവ ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാം എന്ന ധാർഷ്ട്യമാണ് ഈ കേരളത്തിൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാരിന് ആശ്വാസമേകുന്ന റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റേത്. അതായത് മദ്യനയം മാറ്റാൻ കോഴ പിരിക്കണമെന്ന ബാറുടമ അനിമോന്റെ ശബ്ദരേഖ തെറ്റിദ്ധാരണ മൂലമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇതോടെ ആ കോഴയും ആവിയാകും, അതുറപ്പല്ലേ. പണം പിരിച്ചത് തലസ്ഥാനത്ത് അസോസിയേഷന്റെ പുതിയ കെട്ടിടം വാങ്ങാനാണെന്ന് ബാറുടമകളുടെ വിശദീകരണം ശരിവച്ചാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. കെട്ടിട നിർമ്മാണത്തിന് പണം പിരിക്കുന്നതിൽ ഇടുക്കി ജില്ല വീഴ്ച വരുത്തിയെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നപ്പോൾ ഉണ്ടായ ദേഷ്യത്തിലിട്ടതാണെന്നാണ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി. മദ്യലഹരിയിലായിരുന്നുവെന്നും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതേതായാലും നന്നായി. ഇല്ലെങ്കിൽ ആരും വിശ്വസിച്ചില്ലെങ്കിലോ. അതിനുശേഷം ഈ ശബ്ദരേഖ പുറത്തു പോയതിന് പിന്നാലെ ഗ്രൂപ്പിൽ നിന്നും അനിമോൻ ശബ്ദരേഖ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് തന്നെ ഇല്ലാതെയാക്കി. അതിനാൽ ചോർച്ച എവിടെ നിന്ന് കണ്ടെത്തണമെങ്കിൽ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഫോണുകളും ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്ന മുട്ടാപ്പോക്ക്. അതിന് ക്രൈംബ്രാഞ്ചിനൊട്ട് താല്പര്യവുമില്ല. അനിമോന്റെ ഓഡിയോ വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണവും ഉയർന്നു. എന്നാൽ ഇതിലൊന്നും കഴമ്പില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞു വയ്ക്കുന്നത്. ബാർ കോഴയ്ക്ക് തെളിവും മൊഴിയും ഇല്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം. നട്ടാൽ കുരക്കാത്ത നുണയെന്നല്ലാതെ എന്ത് പറയാൻ. കോഴയില്ലെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചെയ്യുന്നത്. കൊച്ചിയിൽ നടന്ന ബാർ ഉടമകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടെയാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ നയം മാറ്റാനായി പണം പിരിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ ശബ്ദരേഖയിട്ടത്. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ബാർ കോഴയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട എക്സൈസ് മന്ത്രി MP രാജേഷ് പരാതി നൽകിയിരുന്നു. തലസ്ഥാനത്ത് പുതിയ ആസ്ഥാന മന്ദിരം വാങ്ങാനാണ് പണപ്പിരിവ് എന്നായിരുന്നു അസോസിയേഷൻ നേതൃത്വത്തിന്റെ വിശദീകരണം. പിന്നാലെ അനിമോനും മലക്കം മറിഞ്ഞു. ഇതേ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചും നടത്തിയിരിക്കുന്നത്. ശബ്ദ സന്ദേശം അയച്ച അനിമോൻ ശബ്ദം തന്റേതല്ലെന്ന് നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ ബാർ ഉടമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് ശബ്ദരേഖ ചോർച്ചയ്ക്ക് കാരണമെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. മദ്യ നയമാറ്റത്തിന് പണപ്പിരിവ് നടത്തിയതായി അസോസിയേഷനിൽ അംഗങ്ങളായ ബാർ ഉടമകൾ മൊഴി നൽകിയതുമില്ല. ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ കണ്ടെത്തിയിരുന്നു. അർജുനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പരിശോധനയിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് അർജുന്റെ ഭാര്യ മാതാവാണെന്ന് കണ്ടെത്തി. ഭാര്യ പിതാവിന്റെ പേരിലുണ്ടായിരുന്ന ബാർ ലൈസൻസ് പിതാവിന്റെ മരണശേഷം അമ്മയ്ക്ക് കൈമാറുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇതോടെ ആ വിവാദവും ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ പ്രതിപക്ഷത്തിന് പോലും കുറ്റപ്പെടുത്താനും കഴിയില്ല. നന്ദി.